Hi friends, welcome back to Asha's Creations. ഇന്നത്തെ റെസിപ്പി അഗത്തി പൂ കൊണ്ടുള്ള തോരനാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു തോരനാണിത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 200 ഗ്രാം അഗത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അഗത്തിപ്പൂവിന് ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ്സിലൊന്നും ഇത് അവൈലബിൾ അല്ല. കൃഷിക്കാർ റോഡ് സൈഡിലിരുന്ന് ഇത് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളൊരു ഫ്ലവറാണിത്. അപ്പോൾ ഈ ഫ്ലവർ കഴുകിയെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ അകത്തൊരു നാരുണ്ട്, അതെടുത്ത് കളയാം. ഇതുപോലെ എല്ലാ പൂവിൻ്റെയും ഉള്ളിലുള്ള ആ ഒരു നാരും അതുപോലെ അതിൻ്റെ ഞെട്ടും ഒടിച്ച് കളയാം. സുലഭമായിട്ട് ലഭിക്കുന്നൊരു പൂവല്ല ഇത്. അപ്പോൾ കിട്ടുമ്പോൾ മേടിച്ച് ഉപയോഗിക്കുക. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ പൂവ് കൂടുതലായി ലഭിക്കുക. അതേപോലെ ഇത് ഭഗവാൻ ശിവനെ അർപ്പിക്കുന്ന ഒരു പൂവ് കൂടിയാണ്. അപ്പോൾ ഈ എല്ലാ പൂക്കളുടെയും ഉള്ളിലുള്ള നാരും അതുപോലെ തന്നെ ഞെട്ടും ഒടിച്ച് കളഞ്ഞതിന് ശേഷം ഇത് കഴുകിയെടുക്കാം. ഈ 200 ഗ്രാം പൂവിൻ്റെ വേസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഇത് ഇത്രയും നാരും അതുപോലെ ഞെട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ 10-12 ഫ്ലവർ ഒന്നിച്ചെടുത്ത് അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ പൂക്കളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച 12 ചുവന്നുള്ളി ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് നീളത്തിൽ മുറിച്ച 3 പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന അഗത്തിപ്പൂ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 4 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അല്പം ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ തോരൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അഗത്തിപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ ചോറിനൊപ്പം സെർവ് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ പിക്ചേഴ്സ് ashascreations1@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.